കോട്ടയം നാട്ടകത്ത് ഒരു സംഭവം ഉണ്ടായി. മദ്യലഹരിയിൽ വാഹനമോടിച്ച് സീരിയൽ നടൻ വഴിയാത്രക്കാരനെ ഇടിച്ചു. നടൻ സിദ്ധാർത്ഥ് പ്രഭുവാണ് അപകടമുണ്ടാക്കിയത്. അപ്പോൾ ഈ സിദ്ധാർത്ഥ് ഓടിച്ച കാർ ലോട്ടറി വിൽപ്പനക്കാരനെയാണ് ഇടിച്ചിട്ടത്. അപകടശേഷം നാട്ടുകാരുമായും പോലീസുമായും വാക്കുതർക്കത്തിൽ ഈ സിദ്ധാർത്ഥ് ഏർപ്പെട്ടു. ഞാനല്ലേ ഇതൊക്കെ വെള്ളം പറയുന്നതാ. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. വെലകാലെ വെള്ളം. നീയൊക്കെ സംസ്ഥാനത്ത് ബെവറേജസ് കോർപ്പറേഷൻ ഒരു മുതൽക്കൂട്ടാണല്ലോടാ. ഇത് ആസാനോട് അടിച്ച് ശിവാശ്രീ ദൈവം നിയമം കോടതി ലിറ്റർ കണക്കിന് മദ്യവും വാങ്ങി വെള്ളവും സോഡയും ഒഴിച്ച് 3-4 മണിക്കൂർ അടിക്കുന്നതാണോടാ അബദ്ധം. ബിവറേജ് ഈസ് മൈ കൺട്രി, ഓൾ കുടിയന്മാർ ഈസ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. വെള്ളം അടിച്ച വയറ്റി കിടക്കട്ടെ. റോഡിലാണോ പാവരിച്ച് കിടക്കുന്നത്? പിന്നെ ഞാൻ വന്ന് എന്റെ വീട്ടിൽ കിടക്കണം. പോടാ പുല്ലേ. അതൊക്കെ പോട്ടെ, ഏതാ ബ്രാൻഡ്? നല്ല ഫിറ്റാണ് നടൻ, അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആരാടാ വെള്ളം? 100-150 അടിച്ച നീയൊക്കെ ഫിറ്റ് ആവും. പക്ഷെ ചാക്കോയുടെ കപ്പാസിറ്റി നിരക്കറിഞ്ഞൂടാ. ബോധം നഷ്ടപ്പെട്ട് നിലത്ത് കിടന്നിങ്ങനെ ഉരുളുകയാണ്. നീ എങ്ങനെയാണ് ഈ വള്ളി തെരഞ്ഞു പിടിക്കുന്നത്? സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രിയിലാണ്. കാൽനട യാത്രയായി നടന്നു പോവുകയായിരുന്നു, റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു ഈ ലോട്ടറി വിൽപ്പനക്കാരൻ. ഈ സമയത്താണ് സിദ്ധാർത്ഥ് ഓടിച്ച വാഹനം അമിത വേഗത്തിലെത്തി ഈ ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ച് താഴെയിടുന്നത്. നാട്ടുകാരെത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്താണ് ഈ പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തുന്നതിനിടയിലാണ് സിദ്ധാർത്ഥ് വാഹനത്തിൽ നിന്നിറങ്ങി നാട്ടുകാരോടടക്കം കയർത്ത് സംസാരിക്കുകയും അവർക്ക് നേരെ അസഭ്യവർഷം ചൊരിയുന്ന ഒരു സ്ഥിതിയൊക്കെ തന്നെ ഉണ്ടായത്. നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല, നീ ഒന്നും നന്നാവരുത്, വഷളായി തന്നെ വളരണം, അപ്പൊ പിന്നെ ആരെയും തല്ലിക്കൊന്നോളൂ ഉണ്ടായിരുന്നു. പിന്നീട് ബലം പ്രയോഗിച്ചാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. നിലവിൽ ഇപ്പോൾ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലാണ് സിദ്ധാർത്ഥ് ഉള്ളത്. മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. കുട്ടിയും പോയി, കിടപ്പാടവും പോയി, ആ പാട്ടുണ്ടായിരുന്ന മാനവും പോയി. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെടാ.